ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നവരാത്രിയോടനുബന്ധിച്ചുള്ള പൂജപ്പുര മണ്ഡപത്തിലെ നവരാത്രി ആഘോഷങ്ങൾ. എല്ലാ തവണയും ഞാൻ കാണാൻ വരുന്നത് പോലെ ഇത്തവണയും ഞാൻ വന്നായിരുന്നു. നല്ല അത്യാവശ്യം തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെട്ടായിരുന്നു. ധാരാളം റൈഡുകൾ നമുക്കായി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജെയിൻ വീൽ, ട്രെയിൻ, അങ്ങനെ പല വിധത്തിലുള്ള റൈഡുകൾ. അടുത്തതായി അവർ ഗോസ്റ്റ് ഹൗസ് എന്നൊരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഞാൻ അതിനകത്തൊന്ന് കയറി നോക്കിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കുട്ടികൾക്കൊക്കെ അതിൽ അത്യാവശ്യം പേടിക്കാൻ ഉള്ളതുണ്ടെന്നാണ്. നമുക്കായി അവർ ധാരാളം ഗെയിംസ് കളിക്കുവാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തോക്ക് വെച്ച് എയിം ചെയ്ത് ബലൂണിനെ പൊട്ടിക്കുക, ബോൾ എറിഞ്ഞ് ഗ്ലാസിനെ വീഴ്ത്തുക, വളയങ്ങൾ എറിഞ്ഞ് സാധനങ്ങൾ സ്വന്തമാക്കുക, അങ്ങനെ പല വിധത്തിലുള്ള ഗെയിംസുകൾ. ഇവ കഴിഞ്ഞിട്ട് ഞാൻ പോയത് അടുത്ത ഫുഡിൻ്റെ സ്റ്റോളുകളിലാണ്. ഇവിടെ ധാരാളം ഫുഡിൻ്റെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അവയിൽ എനിക്ക് പ്രധാനമായും പറയേണ്ടത് മധുര പലഹാരങ്ങളെ കുറിച്ചായിരുന്നു. ഞാൻ ഇതുവരെയും കാണാത്ത പല വിധത്തിലുള്ള മധുര പലഹാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ പലതരത്തിലുള്ള മിക്സ്ചറുകൾ അവിടെ ഉണ്ടായിരുന്നു. പല ടൈപ്പ് അച്ചാറുകൾ അവിടെ ഉണ്ടായിരുന്നു. നെത്തോലി അച്ചാർ, നെല്ലിക്ക അച്ചാർ, മുളക് അച്ചാർ, അങ്ങനെ പല വിധത്തിലുള്ള അച്ചാറുകൾ. ഇവയെല്ലാം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വാങ്ങിക്കാമായിരുന്നു. കൂടാതെ പല ടൈപ്പ് അലുവകൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ അമ്മമാർക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള പല വീട്ടുപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ മിതമായ നിരക്കിലുള്ള തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ എല്ലാം ഈ സ്റ്റോറിൽ ലഭ്യമായിരുന്നു. ഇവയെല്ലാം കണ്ട് ഞങ്ങൾ പൂജപ്പുര റോഡിലെ ലൈറ്റും കണ്ട് ഒരു ഷാർജയും കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്.